നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അനധികൃത പാറ പൊട്ടിക്കലും മണ്ണുകടത്തിലും നടത്തിയെന്ന പരാതിയിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനെതിരെ അന്വേഷണം. സംഭവത്തിൽ വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണം നടത്താൻ ഇടുക്കി ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് എല്ലാ വില്ലേജ് ഓഫീസുകളിലും കളക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് അയച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ PB ബിനോയിയെ. ആകെ 55 ചെക്കുകളിൽ കൃത്രിമം കാട്ടി 8,14,000 രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തൽ. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട് ED സീൽ ചെയ്തു. കുമളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ് ഷീബ സുരേഷ്. അതേസമയം പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഷീബ സുരേഷിനെ ഇതുവരെ കേസിൽ പ്രതിയാക്കിയിട്ടില്ലെന്ന്. ഇടുക്കിയിൽ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നു. പുതുവർഷം തീർന്ന 1.5 മാസത്തിനുള്ളിൽ ഇതുവരെ 3 പേർ മുങ്ങി മരിച്ചു. പല അപകടങ്ങൾക്കും കാരണം വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കാത്തത്. വിശദമായ വാർത്തകളിലേക്ക്. അനധികൃത പാറ പൊട്ടിക്കലും മണ്ണുകടത്തിലും നടത്തിയെന്ന പരാതിയിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനെതിരെ അന്വേഷണം. സംഭവത്തിൽ വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണം നടത്താൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എല്ലാ വില്ലേജ് ഓഫീസുകളിലും കളക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് അയച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർമാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇടുക്കിയിലെ ഉടുമ്പൻചോല അടക്കമുള്ള വിവിധയിടങ്ങളിലാണ് പാറ പൊട്ടിക്കലും ഖനനവും നടക്കുന്നത്. എല്ലാ അനധികൃത ഖനനങ്ങളും പരിശോധിക്കും. ജീവനിൽ പേടിയുള്ള പൊതുപ്രവർത്തകൻ എന്ന പേരിലാണ് CV വർഗീസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന നേതാവായിരുന്നു വർഗീസ്. എന്നാൽ ഇപ്പോൾ 15 ടിപ്പർ, ലോറി, 4 JCB, ഇന്നോവ അടക്കമുള്ളവ അദ്ദേഹം സ്വന്തമാക്കി. വിഷയത്തിൽ പോലീസിന് പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട്. റോഡ് പണിയുടെ മറവിൽ വലിയ തോതിൽ മണ്ണ് കയറ്റിക്കൊണ്ടുപോകുന്നതായും ആരോപണമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, CPM സംസ്ഥാന സെക്രട്ടറി, റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതിക്കാരൻ പരാതിയുടെ പകർപ്പ് അയച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ PB ബിനോയിയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആകെ 55 ചെക്കുകളിൽ കൃത്രിമം കാട്ടി 8,14,000 രൂപ തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. 2023 ജൂലൈ മുതൽ 2024 ഒക്ടോബർ വരെയാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ അക്കൗണ്ടന്റായി സേവനം അനുഷ്ഠിച്ചിരുന്ന PB ബിനോയി ബില്ലുകളിൽ കൂട്ടിച്ചൊരക്കലുകൾ നടത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു. ആകെ 55 ചെക്കുകളിൽ കൃത്രിമം കാട്ടി 8,14,000 രൂപ തട്ടിയെടുത്തു. 200-ഉം 300-ഉം മാത്രമുള്ള ബില്ലുകൾക്ക് 10,000-ലധികം രൂപയുടെ ചെക്കുകളാണ് മാറിയത്. സംഭവത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PB ബിനോയിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞു. 2024 ഡിസംബർ മാസത്തിൽ പുതിയതായി ചുമതലയേറ്റ അക്കൗണ്ടിനോട് നിലവിലുള്ള കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കുന്നതിനും കണക്കുകൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും നിർദ്ദേശിച്ചതനുസരിച്ച് ഇയാൾ നടത്തിയ പരിശോധനയിൽ ചില ക്രമക്കേടുകൾ ഉള്ളതായി സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഭ്യമായ വൗച്ചറുകളും ILGMCയിലെ രേഖപ്പെടുത്തലുകളും ബിൽ രജിസ്റ്ററും പരിശോധിച്ചില്ല. ചില ഫയലുകളിൽ പ്രകടമായ ക്രമക്കേടുകൾ കണ്ടെത്തി യഥാർത്ഥ രേഖകളും ബാങ്ക് രേഖകളും തമ്മിൽ വ്യത്യാസമുള്ളതായി മനസ്സിലാക്കിയതിനാൽ 2024 ഏപ്രിൽ മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റും ക്യാഷായി മാറിയ ചെക്കുകളുടെ ഫോട്ടോ കോപ്പികളും തമ്മിൽ പരിശോധിച്ചപ്പോൾ 55 ചെക്കുകളിൽ കൃത്രിമം കാട്ടി ഏകദേശം നിലവിൽ ഇതുവരെ 8,14,000 രൂപ അധികമായി തട്ടിയെടുത്തുള്ളതായി കണ്ടെത്തി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ആയുധ പരിശോധന നടത്തി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തെന്ന് ഉത്തരവായിട്ടുണ്ട്. ജീവനക്കാരുടെ കസേരയിൽ ടർക്കി വാങ്ങിയ വകയിൽ ചെലവായ 650 രൂപ 5,650 തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിനുള്ള റിംഗ് നിർമ്മിച്ചതിനുള്ള 1,930 രൂപ 11,930 ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ചാണകം വാങ്ങിയ വകയിൽ ചെലവായ 3,000 രൂപയ്ക്ക് പകരം 13,000 രൂപയും മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. കൂടുതലായും വൈദ്യുതി ബില്ലുകളിലാണ് ക്രമക്കേട് നടത്തിയത്. 2024 ഒക്ടോബറിൽ നെടുങ്കണ്ടത്ത് നിന്ന് സ്ഥലം മാറിപ്പോയ ബിനോയി നിലവിൽ പീരുമേട് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു.
ഇയാൾക്കെതിരെ മുൻപും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളും ജോലിയിൽ കൃത്യനിഷ്ഠയില്ലാത്തത് സംബന്ധിച്ച പരാതികളും ഉയർന്നിട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട് ED സീൽ ചെയ്തു. കുമളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ് ഷീബ സുരേഷ്. അതേസമയം ഷീബ സുരേഷിനെ ഇതുവരെ കേസിൽ പ്രതിയാക്കിയിട്ടില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർപേഴ്സണാണ് ഷീബ. ഇവർ NGO കോൺഫെഡറേഷൻ ബോർഡ് അംഗം കൂടിയാണ്. നിലവിൽ ഷീബ വിദേശത്താണ്. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം ഷീബ സുരേഷിനെ ഇതുവരെ കേസിൽ പ്രതിയാക്കിയിട്ടില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. പാതിവിലയ്ക്ക് ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയിലെ ജില്ലയിലെ പ്രധാന കോർഡിനേറ്ററായിരുന്നു ഷീബ സുരേഷ്. എന്നാൽ പദ്ധതിക്കെതിരെ ആരോപണം ഉയർന്നതോടെ കോർഡിനേറ്റർ എന്ന നിലയിലുള്ള പ്രവർത്തനം നിർത്തിയെന്നും തട്ടിപ്പിൽ പങ്കില്ലെന്നുമാണ് ഷീബ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥർ പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ തൊടുപുഴയിലെ വീട്ടിലും ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാനത്തുടനീളവും ED ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ്. ഇതിനിടയിലാണ് ഷീബ സുരേഷിന്റെ വീട് ED ഉദ്യോഗസ്ഥർ സീൽ ചെയ്തത്. തട്ടിപ്പ് കേസിൽ ഇതിനോടകം ജില്ലയിൽ തന്നെ നിരവധി പരാതികൾ ഉയർന്നു കഴിഞ്ഞു. ഇടുക്കിയിൽ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നു. പുതുവർഷം പിറന്ന 1.5 മാസത്തിനുള്ളിൽ ഇതുവരെ 3 പേർ മുങ്ങി മരിച്ചു. വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണ് പല അപകടങ്ങൾക്കും കാരണം. ഇടുക്കിയിൽ ഒരു വർഷം ശരാശരി 40-ലധികം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. പടുതാക്കുളങ്ങൾ, പുഴകൾ, ഡാമുകൾ എന്നിവയിൽ അകപ്പെട്ടാണ് കൂടുതൽ അപകടങ്ങളും സംഭവിക്കുന്നത്. ഈ വർഷം ഇതുവരെ 3 പേർ മുങ്ങി മരിച്ചു. തിങ്കളാഴ്ച രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസ്, സുഹൃത്ത് മൊളോക്കുടിയിൽ ബിജു എന്നിവർ ആനീറങ്കൽ ജലാശയത്തിൽ മുങ്ങിമരിച്ചതാണ് അവസാനത്തെ സംഭവമെന്ന് നാട്ടുകാർ പറയുന്നു. ഡാമുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലുള്ള മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിയമപ്രകാരം ഇത് മുന്നറിയിപ്പ് കൊടുത്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകി ഇത് തടയേണ്ടത് അർജന്റ് കേസാണത്. വളരെ അത്യാവശ്യ കേസുകളാണ്. ഈ മുന്നറിയിപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നറിയിപ്പ് വെക്കുകയും ആളുകളെ ഡാമിൽ അല്ലെങ്കിൽ നീർച്ചാലുകളിൽ ഇറങ്ങാതെ രീതിയിലുള്ള സുരക്ഷിതമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ജില്ലാ ഭരണാധികാരികളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഒരാഴ്ച മുൻപ് കുഞ്ചിത്തണ്ണിയിൽ മുതിരപ്പുഴയാറിൽ കുളിക്കാനിറങ്ങിയ കൊരങ്ങാട്ടി സ്വദേശി രാജേന്ദ്രൻ മുങ്ങി മരിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബർ 21-ന് മുട്ടത്ത് 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുന്നതോടൊപ്പം അശ്രദ്ധയും പല മരണങ്ങൾക്കും കാരണമാണ്. വിനോദസഞ്ചാരികൾ മുങ്ങി മരിച്ച ഒട്ടേറെ അപകടങ്ങളാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഡ്രൈവർമാരും റിസോർട്ട് അധികൃതരുമൊക്കെ മുന്നറിയിപ്പോ മുൻകരുതലോ ഇല്ലാതെ സഞ്ചാരികളെ പുഴയിലും ജലാശയങ്ങളിലും കുളിക്കാൻ വിടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. പൊട്ടിയ ചില്ലുമാറ്റി KSRTC ഡബിൾ ഡെക്കർ ബസ് വീണ്ടും മൂന്നാറിൽ സർവീസ് ആരംഭിച്ചു. മുകൾ ഡെക്കറിന്റെ മുൻഭാഗത്തെ ചില്ല് പൊട്ടിയതോടെ ബസിന്റെ സർവീസ് കഴിഞ്ഞ ദിവസം മുടങ്ങിയിരുന്നു. അതേസമയം ബസിന്റെ ചില്ല് തകർന്ന സംഭവത്തിൽ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചു. തൊടുപുഴ KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിൽ സർവീസ് നടത്തുന്ന റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ കഴിഞ്ഞ ദിവസത്തെ സർവീസ് മുകൾ ഡെക്കറിന്റെ മുൻഭാഗത്തെ ചില്ല് പൊട്ടിയതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. പൊട്ടിയ ചില്ല് മാറ്റി ബസ് സർവീസ് വീണ്ടും പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം ബസ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്യാരേജിൽ കയറ്റുന്നതിനിടെ സംഭവിച്ച പാളിച്ചയായിരുന്നു ചില്ല് പൊട്ടുന്നതിന് ഇടയാക്കിയത്. സർവീസ് മുടങ്ങിയതോടെ ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്ക് KSRTC പണം തിരികെ നൽകുകയും ചെയ്തിരുന്നു. അതേസമയം ബസിന്റെ ചില്ല് തകർന്ന സംഭവത്തിൽ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചു. തൊടുപുഴ KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് സംഭവത്തിൽ നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ച ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ബസ് സർവീസ് സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മൂന്നാറിൽ ഓടുന്ന ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന യാത്രക്കാരന്റെ സാഹസിക യാത്ര. ബസിന്റെ മുകൾ നിരയിലെ ജനാലയിലൂടെ ശരീരം പാതി പുറത്തിട്ടായിരുന്നു അഭ്യാസ പ്രകടനം. ഓടുന്ന ബസിന്റെ ജനാലയിൽ ഇരുന്ന് യുവാവ് സാഹസികമായി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നേരിടുന്ന കാലതാമസം ഒഴിവാക്കുന്നതിനായി പീരുമേട് MLAയുടെ അധ്യക്ഷതയിൽ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെയും HMC അംഗങ്ങളുടെയും യോഗം ചേർന്നു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 5 കോടി രൂപയും ഇടുക്കി പാക്കേജിൽ അനുവദിച്ച 2 കോടി രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്.
മഴക്കാലത്ത് ചോറ്റുപാറ കൈത്തോട്ടിൽ വെള്ളമുയർന്നാൽ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. കൂടാതെ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപയും മഴക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയും അനുവദിച്ചത്. പദ്ധതികളുടെ നടത്തിപ്പിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായാണ് പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും HMC അംഗങ്ങളുടെയും യോഗം ചേർന്നത്. യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. ആശുപത്രിയിൽ അടിയന്തരമായി നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ MLA വിശദീകരിച്ചു. വെള്ളം കയറാത്ത രീതിയിൽ അത് നിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം. മറ്റൊന്ന് കിഴക്ക് ഭാഗത്തായിട്ട് നീളത്തിൽ പുതിയ കെട്ടിടം പണിയണം. അതിനുവേണ്ടി ഇപ്പോഴുള്ള ആ 2 ക്വാർട്ടേഴ്സുകളും അതേപോലെ തന്നെ നമ്മുടെ മോർച്ചറിയും പൊളിച്ചു മാറ്റി അവിടെ കെട്ടിടം പണിയാമെന്നുള്ളതാണ് എടുത്തിട്ടുള്ള തീരുമാനം. അതിൻ്റെ നടപടികളെല്ലാം ദ്രുതഗതിയിൽ ആക്കുവാനുള്ള ചർച്ചകളാണ് നടന്നത്. കാലഹരണപ്പെട്ട ആശുപത്രിയുടെ മോർച്ചറിയും അനുബന്ധ കെട്ടിടവും പൊളിച്ചു നീക്കി ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കും. ചോറ്റുപാറ കൈത്തോടിന് കുറുകെ നിലവിലുള്ള പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കും. തോട്ടിലേക്ക് ഇറക്കി നിർമ്മിച്ചിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കും. ജൂൺ മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് MLA നിർദ്ദേശവും നൽകി. സംസ്ഥാനത്തെ മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം നേടിയ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കട്ടപ്പന CSC ഗാർഡനിൽ നടന്ന ചടങ്ങ് AICC അംഗം EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് ശാശ്വതമായ പരിഹാരം നേടിയെടുക്കുന്നതിൽ ഡീൻ കുര്യാക്കോസ് MPയുടെ കഴിവ് പ്രശംസനീയമാണെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. നമ്മുടെ യുവതലമുറയെ പ്രേരിപ്പിച്ച നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ പേരിലാണ്. അബ്ദുൽ കലാമിനെ പറ്റി നമുക്ക് അഭിമാനമാണ്. സാധാരണ കുടുംബത്തിൽ ജനിച്ചത്, ശാസ്ത്രത്തിനെയും സാങ്കേതികവിദ്യയും എല്ലാ നേട്ടങ്ങളും സ്വായത്തമാക്കാൻ ലോകത്ത് എവിടെയുള്ള ഏത് മിസൈൽ ശാസ്ത്രജ്ഞരെക്കാളും മികവ് തെളിയിച്ചാൽ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഭാരതത്തിന് അഭിമാനമായ ഭാരതരത്നം APJ അബ്ദുൽ കലാമിന്റെ പേരിലാണ് ഈ അവാർഡ്. അപ്രകാരം ഒരു അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത് അസുലഭമായ ഒരു ഭാഗ്യമാണ്, കഴിവാണ്, മികവാണ്. അതിന് അവസരം ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട MP അദ്ദേഹത്തെ പറ്റി നമുക്ക് അഭിമാനിക്കാം. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവാർഡ് അഹങ്കരിക്കരുതെന്നാണ്, പക്ഷെ അവാർഡ് ആദരവാണ്. ഈ ആദരവ് ഞങ്ങൾ എല്ലാവരും അങ്ങേക്ക് സമർപ്പിക്കുക. MPയെ മൊമെന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് KJ ബെന്നി, KB സെൽവം, വിജയകുമാർ മറ്റക്കര, നേതാക്കളായ സിജു ചക്കുമുട്ടിൽ, അനീഷ് മണ്ണൂർ, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, പ്രശാന്ത് രാജു, ബാബു പുളിക്കൽ, KS സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു. 20 അജണ്ടകളാണ് കൗൺസിലിന്റെ പരിഗണനയ്ക്ക് എടുത്തത്. നഗരസഭയുടെ ആസ്തിയിലുള്ള കുത്തക ഇനങ്ങൾ 2025-26 സാമ്പത്തിക വർഷം ലേലം ചെയ്തത് സംബന്ധിച്ചും കൗൺസിൽ യോഗത്തിൽ ചർച്ച നടന്നു. നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായ വിവിധ പദ്ധതികളുടെ ടെൻഡർ അംഗീകാരം സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. കട്ടപ്പന നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി മൈക്രോ പ്ലാൻ എഡിറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചും ചർച്ചയുണ്ടായി. നഗരസഭയിലെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകളുടെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ചും മൃഗാശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു. കൗൺസിലിൽ ആകെ 20 അജണ്ടയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒന്ന് കട്ടപ്പന നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനായ വിവിധ പദ്ധതികളുടെ അംഗീകാരം ടെൻഡറാണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് PG വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൻ്റെയാണ്. അതിനകത്ത് മൊത്തം 21 പേരായിരുന്നു അപേക്ഷ വെച്ചിരുന്നത്. പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള അനുവാദം ഇല്ല എന്നാണ് നമുക്ക് നിർദ്ദേശമുള്ളത്. അതിൻ്റെ അല്ലാത്തവർക്ക് കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കാനും തീരുമാനമാക്കിയിട്ടുണ്ട്. ജില്ലാതല യൂണിറ്റ് കോസ്റ്റ് 2024-25 പ്രകാരം വേപ്പിൻ പിണ്ണാക്കിന്റെ വിലയിലുണ്ടായ വ്യത്യാസം സംബന്ധിച്ച് ചർച്ചയുണ്ടായി. നഗരസഭയുടെ ആസ്തിയിലുള്ള കുത്തക ഇനങ്ങൾ 2025-26 സാമ്പത്തിക വർഷം ലേലം ചെയ്തത് സംബന്ധിച്ചും ചർച്ച നടന്നു. അതിലെ സ്ലോട്ടർ ഹൗസും മാംസ സ്റ്റാളും അത് അടിയന്തരമായി പണി പൂർത്തീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ലേലം ചെയ്യുന്നത്. ബാക്കി ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിന് 10%, ബസ് സ്റ്റാൻഡ് പീസ് ബില്ലിന് 10% കൂട്ടി കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ ഐറ്റങ്ങളും ലേലം ചെയ്യുന്നതിന് ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്.
നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് വിതരണ പദ്ധതി വളരെ കാര്യക്ഷമമായി നമുക്ക് നടത്താൻ കഴിഞ്ഞു. അപ്പോഴാണ് യൂണിറ്റ് കോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ റേറ്റിൽ കൊടുക്കാൻ ആദ്യം തീരുമാനമായെങ്കിലും യൂണിറ്റ് കോസ്റ്റ് 38 രൂപ എന്നുള്ളത് 30 രൂപയായിട്ടാണ് പുതിയ യൂണിറ്റ് കോസ്റ്റിൻ്റെ റേസ് വന്നത്. അപ്പം 38 രൂപയ്ക്ക് ടെൻഡർ ഉറപ്പിച്ചിട്ട് 30 യൂണിറ്റ് കോസ്റ്റ് വന്നപ്പം അത് ആ കാര്യത്തിൽ വലിയ സാങ്കേതികപരമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിച്ച് കൗൺസിൽ യൂണിറ്റ് കോസ്റ്റ് പുനഃപരിശോധിക്കണമെന്ന് ജില്ലാ യൂണിറ്റ് കോസ്റ്റ് നിർവഹണ സമിതിയോട് അഭ്യർത്ഥിക്കാൻ, കളക്ടർ ചെയർമാനായിട്ടുള്ള സമിതിയാണ് അതിനോട് അഭ്യർത്ഥിക്കാൻ ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ അംഗീകരിക്കുന്നത് സംബന്ധിച്ചും നഗരസഭയിൽ ഓട്ടോമാറ്റിക് മഴമാപിനി സ്ഥാപിക്കുന്നതിന് സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചും വാഴവരിയിലെ അർബൻ PHCയിലേക്ക് അടിയന്തരമായി മരുന്നുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു. വണ്ടിപ്പെരിയാർ ടൗണിലെ ഓട്ടോറിക്ഷകളിൽ പരിശോധന കർശനമാക്കാൻ തീരുമാനം. പീരുമേട് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം അറിയിച്ചത്. അതേസമയം ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കിയതിനെതിരെ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിഷേധം അറിയിച്ചു. വണ്ടിപ്പെരിയാർ ടൗണിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിയാണ് പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവിന്മേലും അമിത കൂലി വാങ്ങുന്നുവെന്ന പരാതിയിന്മേലുമാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. മോട്ടോർ വാഹന നിയമങ്ങൾ നടപ്പിലാക്കാതെ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ലെന്ന യോഗത്തിൽ MLA അറിയിച്ചു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ നമുക്ക് ഉദ്ദേശമില്ല. എന്നാൽ നിയമം നടപ്പാക്കാതെ മുന്നോട്ട് പോയാൽ അത് ഒത്തിരി അലംഭാവങ്ങൾക്ക് ഇടവരുത്തും. ഈ അടുത്ത ഇടയ്ക്ക് വണ്ടിപ്പെരിയാറിൽ 3-4 ഓട്ടോറിക്ഷ അപകടങ്ങൾ ഉണ്ടായി. അതിൻ്റെയൊക്കെ മുഖ്യ കാരണം ഇൻടോക്സിക്കേഷനാണ്. മദ്യപിച്ചിട്ടൊക്കെയാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കൊരു അവബോധം നമ്മുടെ ഡ്രൈവർമാരിലും ഉടമകളിലും എത്തിച്ചു കൊടുക്കണം. അതേസമയം ഹൈറേഞ്ച് മേഖലകളിൽ മീറ്റർ ഘടിപ്പിച്ചുകൊണ്ടുള്ള സർവീസ് പ്രായോഗികമല്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ 7 മണിക്ക് രാവിലെ ഞാൻ വന്നപ്പോൾ ഫാമിലിയായിട്ട് വന്ന് ഇറങ്ങുക, കുടുംബ ഫാമിലിയായിട്ട് 2 മക്കളും ഭാര്യയൊക്കെ വരിക, അർണക്കലേക്ക് കൊണ്ടുപോയി 100 രൂപ വന്നിട്ട് ബാക്കി ഞാൻ പിന്നെ തരാം. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചായക്കടയൊക്കെ ഒരു ചായ കുടിച്ച് നോക്കിയാൽ 12 രൂപയാണ്. 12 രൂപ ഒരു കടി മേടിച്ച് 12 രൂപ. ഒരു ഊണിന് അന്ന് 5 രൂപയായിരുന്നു, ഇപ്പോൾ എത്ര രൂപയാണ്? 100 രൂപയാണ്. അപ്പം ഞങ്ങൾ ഈ ബുദ്ധിമുട്ടൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു വണ്ടിക്ക് ഒരു പർദ്ദ കയറ്റി ഇടണമെങ്കിൽ നേരത്തെ 300 രൂപയാണ്, ഇപ്പോൾ 1300 രൂപ കൊടുക്കണം. ഒരു ടയർ നനയ്ക്കണമെങ്കിൽ 50 രൂപ, ഇപ്പോൾ 100 രൂപ കൊടുക്കണം. ഞങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടാണ്. രാവിലെ കയറി ആ വെയിലത്ത് വണ്ടി ഇരിക്കുന്നതാണ്. വൈകുന്നേരം വരെ ഞങ്ങൾ ആളെ കാത്തിരിക്കും. വരുന്നവർക്കൊക്കെ പറയാം ഫുട്ബോൾ തട്ടാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ വീട്ടിലും ഭാര്യയും മക്കളും അമ്മയും വയ്യാത്തവരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. മീറ്റർ വെച്ച് ഓടിയാൽ ഇവിടെ ഓടത്തില്ല സാറേ. ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പർ തന്നെ, ശക്തമായിട്ട് സമരത്തിൽ തന്നെയാണ്. നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കൂവെന്ന് MVI ഹഫീസ് യൂസഫ് വ്യക്തമാക്കി. അപ്പം നമുക്ക് നിയമം എന്ന് പറയുന്നത് അത് മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നിയമപരമായി കണ്ടാൽ അത് മാത്രമേ കാണാൻ പറ്റൂ. അല്ലാതെ നമുക്ക് അവിടങ്ങളിലുള്ള ഇഷ്യൂവേഷൻ അനുസരിച്ച് ചെയ്തോളാൻ പറഞ്ഞൊരു സാക്ഷ്യം തരാനൊന്നും ഒരു കാരണവശാലും നമുക്ക് നിയമത്തിന് അനുവാദമില്ല. പിന്നെ നിങ്ങൾ പരാതി ഉണ്ടാക്കാതെ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ കൃത്യമായി നിയമങ്ങളെല്ലാം അറിയണം. അതുപോലെ ഇപ്പോൾ അറിയാമല്ലോ, ഇത് വായിച്ചായിരിക്കുമല്ലോ. അപ്പം നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം അനുസരിച്ച്, ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്ക് മിനിമം ചാർജ് 30 രൂപയാണ്. അത് 1.5 കിലോമീറ്റർ ഓടുന്നതാണ്. എല്ലാവരുടെയും പേപ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ ഓരോ കിലോമീറ്ററിനും പിന്നെ 15 രൂപ വെച്ചാണ് തരുന്നത്. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഇതാണ്, അതായത് വെയിറ്റിംഗ് ചാർജാണ്. മാക്സിമം 25 രൂപ അല്ലെങ്കിൽ 15 മിനിറ്റ് 10 രൂപ. നിങ്ങൾ വാങ്ങിക്കാനുള്ള വിളങ്ങുന്നുള്ളതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കത്തില്ലായിരിക്കും തോന്നി. അതാണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്കൊരു കാരണവശാലും അനുവദിച്ച് തരാനായിട്ട് നമുക്ക് നിയമപരമായി പറ്റില്ല. വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും വാലാടി 62 ഭാഗങ്ങളിലേക്ക് സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ അമിത കൂലി ഈടാക്കുന്നുവെന്ന പരാതിയും യോഗത്തിൽ ഉയർന്നു. ഇതിന് പരിഹാരമുണ്ടാക്കുമെന്നും അധികൃതർ യോഗത്തിൽ അറിയിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം PM നൌഷാദ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജി മോഹൻദാസ്, SM അരുൺകുമാർ, ഹഫീസ് യൂസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം K മാരിയപ്പൻ, രാജൻ കൊഴുവമ്മക്കൽ, PA അബ്ദുൾ റഷീദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മൂന്നാറിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രംഗത്ത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി പരിശോധന നടത്തി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തങ്ങളുടെ വാഹനങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ച് പരിശോധന നടത്തുന്നുവെന്നും തുടർച്ചയായി ഫൈൻ അടച്ച് ജീവിതം വഴിമുട്ടിക്കുന്നുവെന്നും തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. എന്നാൽ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം.
മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധന തുടരുന്നുണ്ട്. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും പിന്നീട് മൂന്നാറിൽ കർശന പരിശോധനയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നതിനിടയിലാണ് മൂന്നാറിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി പരിശോധന നടത്തി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തങ്ങളുടെ വാഹനങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് പരിശോധന നടത്തുന്നുവെന്നും തുടർച്ചയായി ഫൈനടിച്ച് ജീവിതം വഴിമുട്ടിക്കുന്നുവെന്നും തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. നമ്മുടെ മൂന്നാർ മേഖല എന്ന് പറയുന്നത് എസ്റ്റേറ്റ് മേഖലയാണ്. തോട്ടം തൊഴിലാളികളുടെ മക്കളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഡ്രൈവർമാരാണ്. ഇവിടെ ഒരു 10 രൂപയ്ക്ക് വണ്ടി ഓടിയാലേ അവർക്ക് ഒരു പാക്കറ്റ് പാലെങ്കിലും മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യമുള്ളൂ. അങ്ങനെ വരുന്ന ഈ തോട്ടം തൊഴിലാളിയുടെ മക്കളെ ഇത്ര ഹരാസ് ചെയ്യുന്നത് ആരാണെന്ന് തുറന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ആർക്കും എതിരല്ല, ഇവിടെ ടൂറിസത്തിന് എതിരല്ല, ഒന്നിനെ എതിരല്ല. പക്ഷേ ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് കൊണ്ടുവന്നിട്ടു. ഈ ബസ് ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ടാൽ ഇതിന് ആര് സമാധാനം പറയും? ഞങ്ങളെ പോലെയുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കൾ പട്ടിണിയായി പോകും. തേക്കടിയിൽ ബോട്ടപകടം നടന്നു, തേക്കടി ഇല്ലായ്മയായിപ്പോയി എന്ന് പറഞ്ഞ പോലെ മൂന്നാർ ഇല്ലായ്മയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം ആരാണോ അവരുടെ മുഖം അഴിച്ചു കാട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്നാൽ വകുപ്പിന് ലഭിച്ച ചില പരാതികളുടെയും കൃത്യമായ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. സർവീസ് നടത്തുന്നു, ആൾക്കാർ കയറി ഇൻഡിവിജ്വൽ ഫെയർ വാങ്ങി സർവീസ് നടത്തുന്നുള്ള പരാതിയുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാനുള്ള പ്രത്യേക ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രകാരം നമ്മൾ ചെക്കിങ് നടത്തിയതാണ്. ഇവിടെയല്ല, അവിടെ ട്രാൻസ്പോർട്ട് കമ്മീഷനായിട്ട് കിട്ടിയ അല്ല, ഇവിടുന്ന് നാച്ചുറലി ഇവിടുന്ന് പോകുന്ന പരാതി ആയിരിക്കുമല്ലോ. അല്ലല്ല, പരാതിയുണ്ട്, നിർദ്ദേശമുണ്ട്, രണ്ടുമുണ്ട്. ഗതാഗത സൗകര്യം കുറവുള്ള തോട്ടം മേഖലകളിൽ സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾ തിരഞ്ഞുപിടിച്ച മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന അന്യായമായ പരിശോധന തങ്ങളുടെ ഉപജീവന മാർഗം വഴിയടയ്ക്കുമെന്നും മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾ ആരോപിച്ചു. വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് ടാക്സി തൊഴിലാളികൾ. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായുള്ള CPM കട്ടപ്പന ഏരിയാതല പ്രചരണ കാൽനട ജാഥയ്ക്ക് പുളിയൻമലയിൽ തുടക്കമായി. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ പൂർണ്ണമായി അവഗണിച്ചതായും CV വർഗീസ് പറഞ്ഞു. പശ്ചാത്തലം, വ്യവസായം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും സംസ്ഥാനം വളർച്ച കൈവരിച്ചു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ പൂർണ്ണമായി അവഗണിച്ചു. പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിട്ടും വയനാടിന് പ്രത്യേക പാക്കേജ് നൽകിയില്ല. അർഹമായ വിഹിതം നൽകാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെതിരെ പാർലമെന്റിൽ പ്രതികരിക്കാൻ UDF MPമാർ തയ്യാറായിട്ടില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. ഡൽഹി മാറുന്ന പാദുഷമാർ കേരളീയ സമൂഹത്തിനോട് എപ്പോഴും ഇടതുപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുള്ളത് കൊണ്ട് കേരളത്തെ എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്ന ഘട്ടം ഏതു ഘട്ടങ്ങൾ മുതൽ കേരളം എന്ന് പറയുന്ന പേരൊരു പ്രദേശം പോലും 4-2.5 മണിക്കൂർ സമയം നടത്തിയ പ്രസംഗത്തിലൂടെ ഇന്ത്യയുടെ പ്രധാന ധനകാര്യമന്ത്രി കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നവർ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത്, ഞാൻ സുരേഷ് ഗോപിയെ സംബന്ധിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ആറ്റുനോറ്റിരുന്ന് അപ്പച്ച് പ്രസവിച്ച് പിള്ള ചാവള്ളിയായി എന്ന് പറഞ്ഞ പോലെ BJPക്കാർക്ക് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടി. മറ്റൊരു മന്ത്രി പറഞ്ഞെന്താ, നിങ്ങൾ കേരളത്തിൽ എന്തിനാണ് നിങ്ങൾക്ക് കാഴ്ച തരേണ്ടത്? നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? നിങ്ങൾക്ക് പശ്ചാത്തലത്തിൽ ആവശ്യമായ റോഡുകളില്ലേ? അതുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലേ കാശ് തരുള്ളൂ. ദാരിദ്ര്യമില്ലാത്ത മേഖലയാണ് കാശ് കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തുന്ന ഏതെങ്കിലും BJP ഗവൺമെന്റ് ഔദാര്യം കൊണ്ടാണല്ല. യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം SS പാൽരാജ് അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റനായ ഏരിയ സെക്രട്ടറി മാത്യു ജോർജിന് CV വർഗീസ് പതാക കൈമാറി. MC ബിജു വൈസ് ക്യാപ്റ്റനും KP സുമോദ് മാനേജരുമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം VR സജി, നേതാക്കളായ പൊന്നമ്മ സുഗതൻ, സുധർമ്മ മോഹനൻ, KN വിനീഷ് കുമാർ, ഫൈസൽ ജാഫർ, ജലജ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്ത് ചാക്കിൽ കെട്ടി മാലിന്യം തള്ളി. നെടുങ്കണ്ടത്തിന് സമീപം കൈലസപ്പാറ മുതൽ പാറത്തോട് വരെയുള്ള ഭാഗങ്ങളിലാണ് മാലിന്യം കിടക്കുന്നത്. റോഡിന്റെ ഇരുവശത്തുമായി 100-ലധികം ചാക്കുകളിലാണ് മാലിന്യം തള്ളിയത്.
പ്ലാസ്റ്റിക് കുപ്പികൾ, തുണി, പേപ്പർ തുടങ്ങിയ മാലിന്യങ്ങളാണ് നിരവധി ചാക്കുകളിലായി റോഡരികിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം 2 കിലോമീറ്ററിലധികം വരുന്ന ദൂരത്തിൽ പല ഭാഗങ്ങളിലായി ചാക്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവ തരംതിരിച്ച് വ്യത്യസ്ത ചാക്കുകളിലാക്കിയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. വാഹനത്തിലെത്തിച്ച മാലിന്യം പാതയോരത്ത് ഉപേക്ഷിച്ചതാവാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൈലാസപ്പാറ മുതൽ പാറത്തോട് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പഴംതുണികൾ അടങ്ങിയ ചാക്ക്, ഫുഡിന്റെ വേസ്റ്റ് അടക്കം ഏതോ വണ്ടിയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാവുന്നു. തൊഴിലാളികൾ പണിയാൻ പോകുമ്പോൾ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഇത് വാഹനത്തിൽ കൊണ്ടിട്ടതാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിൽ ഇവിടെ എത്തി കൊണ്ടിട്ടതാണോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ച് അധികാരികൾ അതിന് നടപടിയെടുത്തില്ല എങ്കിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നതിനാൽ ആളുകൾക്ക് സഞ്ചാരത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ചില മാലിന്യ ചാക്കുകളിൽ ഭക്ഷണ അവശിഷ്ടങ്ങളുമുണ്ട്. ഇവ തെരുവ് നായ്ക്കൾ റോഡിലേക്ക് വലിച്ചിടുകയാണ്. റോഡരികിൽ മാലിന്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും ഇവ നീക്കം ചെയ്യുന്നതിനോ ആരാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തുന്നതിനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അറിയിച്ച വണ്ടൻമേട് CHSക്ക് മുമ്പിൽ പ്രതിഷേധ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. 3 മാസത്തെ വേതന കുടിശ്ശിക ഉടനടി നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിൽ ആശാവർക്കർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ സമരം നടത്തുന്നത്. കോടികളുടെ ബജറ്റ് അവതരിപ്പിച്ച സർക്കാർ ആരോഗ്യമേഖലയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആശാവർക്കർമാരെ അവഗണിച്ചെന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. വണ്ടൻമേട് CHSക്ക് മുമ്പിൽ നടന്ന സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു ജനത തന്നെയാണ് ആശാവർക്കർ. ശരിക്കും നിങ്ങളെപ്പോലെ ആശാവർക്കർമാർക്കാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റുകൾ മുൻതൂക്കി കൊടുത്തുകൊണ്ടുള്ള നിങ്ങളുടെ ഓണറേറിയങ്ങൾ കൂടുന്നത്. ഒരുപാട് കഷ്ടതകൾ ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലാണ്, ഓരോ CHSകളിലാണ് ഡെയിലി വീട്ടെഴുത്ത്, അതുപോലുള്ള പണികൾ, നിങ്ങൾക്ക് സർവ്വകൾ, ഓരോ ദൈനംദിനം നിങ്ങൾ ഭാരിച്ച ജോലികൾ കൂടുന്നതല്ലാതെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് നിങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നറിയത്തില്ല. ഏത് ഗവൺമെൻറ് ഭരിച്ചത് ഇപ്പോൾ വളരെ ഉച്ചത്തോടെ നമുക്ക് പറയാം. KC തോമസിനെ പോലുള്ള കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ പഴയ നേതാക്കന്മാർക്ക് ഡൽഹി കൊണ്ടുവന്ന് ചുമ്മാ പറഞ്ഞ ഓഫീസ് ഇട്ട് കൊടുത്ത് ഏതാണ്ട് 13 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ബഡ്ജറ്റ് പോലും അവതരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. PSCയിലെ ജീവനക്കാർക്ക് കോടാനുകോടികൾ അഴിമതി നടത്തുന്ന PSC നിയമനം നടത്തുന്ന ആ ഉദ്യോഗസ്ഥന്മാർ വാരിക്കോയിലുള്ള ശമ്പളം കൊടുക്കുന്നതിനിടയിൽ വീണ്ടും അവർ ആശാ ലീഡർ ആനിയമ്മ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, ബീന സിബി, ജോബിൻ പാനോസ്, ബിന്ദു കുര്യൻ, രേണുക രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇടം പിടിച്ച ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ. മന്ത്രിയുടെ അഭിനന്ദനത്തോടെയുള്ള വീഡിയോയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2024-25 അധ്യയന വർഷത്തിൽ ഗവൺമെന്റിന്റെ പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തിയിരുന്നു. അതിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചത് കൈത്തൊഴിലുകൾക്കും കരകൗശല വിദ്യകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തിയ ശില്പശാലയായിരുന്നു. ഡോൾ, ചൂൽ, ചവിട്ടി തുടങ്ങിയ നിരവധി വസ്തുക്കൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു. അന്നേ ദിവസം സ്കൂളിൽ സന്ദർശനം നടത്തിയ SSKയുടെ സംസ്ഥാന കോർഡിനേറ്റർ സിന്ധു, ചീഫ് എഞ്ചിനീയർ അരുൺ എന്നിവരാണ് സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി ഒട്ടനവധി പരിപാടികൾ നടത്തി. അതിൽ ഇംഗ്ലീഷ്, ഗണിതം, പ്രവൃത്തി പരിചയമേള, കരകൗശല ശില്പശാല ഉൾപ്പെടെ ഒട്ടനവധി പരിപാടികളാണ് നമ്മുടെ സ്കൂളിൽ നടത്തപ്പെട്ടത്. നമ്മുടെ സ്കൂളിൽ നടന്ന കരകൗശല ശില്പശാല ദിവസം കുട്ടികളുടേതായിട്ടുള്ള ഒട്ടനവധി ഡോൾ നിർമ്മാണം, പിന്നെ ഡോൾ മേക്കിംഗ്, ചൂല് നിർമ്മാണം, ചവിട്ട് നിർമ്മാണം, അങ്ങനെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി. ഇത് നമ്മുടെ അന്നേ ദിവസം നമ്മുടെ SSKയുടെ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസർ സിന്ധു മാഡവും അതേപോലെ തന്നെ SSKയുടെ ചീഫ് എഞ്ചിനീയർ അനിൽ സാർ ഉൾപ്പെടുന്ന ടീം നമ്മുടെ സ്കൂൾ സന്ദർശിക്കുകയും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അവർക്ക് വളരെയേറെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങളുടെ കണ്ണമ്പടി എന്ന് പറയുന്ന സ്കൂളിനെ സംബന്ധിച്ചുള്ള ഫേസ്ബുക്ക് പേജിലുള്ള ആ റിപ്പോർട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനും ഞങ്ങൾക്കും വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. ഇതേ തുടർന്നാണ് കണ്ണമ്പടി സ്കൂളിനെ പറ്റിയുള്ള റിപ്പോർട്ടും വീഡിയോയും മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇടം നേടിയത്. ഇത് സ്കൂളിനെ സംബന്ധിച്ച അഭിമാനത്തിന്റെ നിമിഷമാണെന്ന് ഹെഡ്മാസ്റ്റർ K ബാബു വ്യക്തമാക്കി. അധ്യാപകരായ രാജേഷ് MT, ശ്രീപാർവതി S എന്നിവരാണ് കരകൗശല ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത്.
അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ പച്ചക്കറി തൈകളുടെയും അനുബന്ധ വസ്തുക്കളുടെയും വിതരണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പച്ചക്കറി തൈകളും ഇവ നടാനുള്ള HDP ചട്ടികളും വളങ്ങളും മറ്റ് അനുബന്ധ വസ്തുക്കളും നൽകുന്നത്. അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായാണ് ഇവ വിതരണം ചെയ്യുക. നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് ഇവ നൽകുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. അടുക്കളത്തോട്ടം കൃഷി അടുക്കളത്തോട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു വാർഡിൽ നിന്ന് ഉള്ള 23 പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം കൊടുക്കുന്നത്. 15 ലക്ഷം രൂപയാണ് നഗരസഭ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഒരാൾക്ക് 2100 രൂപ വില വരുന്ന വസ്തുക്കൾ ഗുണഭോക്തൃ വിഹിതമായി 507 രൂപ നൽകിയാൽ ലഭ്യമാകും. 2024-25 സാമ്പത്തിക വർഷത്തിലെ ജനകീയത്തോട്ടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അടുക്കളത്തോട്ടം എന്നൊരു പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആകെ വകയിരുത്തിയിരിക്കുന്ന എമൗണ്ട് 15 ലക്ഷം രൂപയാണ്. അതിലുൾപ്പെടുന്ന ഘടകങ്ങൾ 6 HDP ചട്ടി, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ ചട്ടികൾ, പിന്നെ അതിന് ഫില്ല് ചെയ്യാനുള്ള പോട്ടി മിശ്രിതം, അതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ കൊയർത്തിട്ട് ഇത്രയും ഉൾപ്പെടുന്നു. പിന്നെ അതിൽ നടാൻ ആവശ്യമായിട്ടുള്ള ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ ഇത്രയാണ് ഒരു യൂണിറ്റ്. ഈ യൂണിറ്റിന് ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കേണ്ടത് 507 രൂപയാണ്. ടോട്ടൽ കോസ്റ്റ് 2100 രൂപ വരും. 6 HDP ചട്ടികൾ, വിവിധ തരം ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ, നടാൻ വേണ്ട മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവയാണ് നൽകുന്നത്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, മറ്റ് കൗൺസിലർമാർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ഈ മാസം 27 വരെയാണ് മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നു. മഹാ അന്നദാനത്തിനും ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചു. ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. ശാന്തഗിരീശ്വരൻ്റെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് സാന്നിധ്യം വഹിക്കുവാനും നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദകരമായ ഈ മുഹൂർത്തത്തിന് ധന്യതയേകുവാനും ഈ ആത്മീയ സംഗീതത്തിൻ്റെ ഭഗവാൻ ശാന്തഗിരീശ്വരൻ്റെ സവിധത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തന്മാർക്കും ഈ ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഈ ദേശത്തിൻ്റെ ശാന്തിയും സമാധാനവും സ്നേഹവും സമ്പന്നവുമായ ആധ്യാത്മിക അന്തരീക്ഷം നമ്മുടെ ദേശത്തെ പരിമളമാക്കട്ടെ. ആ സുഗന്ധപൂരിതമായ അവസരത്തിൽ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കൈമാറി മംഗളകരമായി നമുക്ക് ജീവിക്കുവാൻ ഈ ഒരു ആനന്ദകരമായ നിമിഷം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറയുകയാണ്. അടിമാലി SNDP യൂണിയൻ ഭാരവാഹികളും ക്ഷേത്രം ഭാരവാഹികളും ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ദിവസവും പതിവ് ക്ഷേത്ര പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും. 24-ന് വൈകിട്ട് ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും. 25-ന് പള്ളിവേട്ട മഹോത്സവം നടക്കും. 26-ന് മഹാശിവരാത്രി ആറാട്ട് മഹോത്സവം നടക്കും. 27-ന് രാവിലെ പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാ അന്നദാനത്തിനും തുടക്കമായി. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുഞ്ജയ മഹാദേവൻ എന്ന ഡിവോഷണൽ ആൽബത്തിന്റെ പ്രകാശനം നടന്നു. ക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങ് ക്രമീകരിച്ചിരുന്നത്. ഇടുക്കി DYSP ജിൽസൺ മാത്യു ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുഞ്ജയ മഹാദേവൻ എന്ന ഡിവോഷണൽ ആൽബത്തിന്റെ പ്രകാശനമാണ് നടന്നത്. VR സത്യൻ, സന്തോഷ് മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അടിമാലി സ്വദേശിനിയും നൃത്ത അധ്യാപികയുമായ സരിത വേണുഗോപാലാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ CR സന്തോഷാണ് ആൽബത്തിനായി വരികൾ രചിച്ചത്. സുജിത് കൃഷ്ണൻ വരികൾക്ക് സംഗീതം നൽകി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഇടുക്കി DYSP ജിൽസൺ മാത്യു ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടി. നേരത്തെ മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. ഒട്ടനവധി കേസുകൾ തെളിയിക്കുന്നതിൽ വളരെയധികം പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സന്തോഷ്. അദ്ദേഹമാണ് ഈ ഡിവോഷണൽ ഗാനത്തിന്റെ വരികൾ രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. സന്തോഷിനെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അടിമാലി SNDP യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ആൽബത്തിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തന്ത്രി ശ്രേഷ്ഠന്മാരും ഒക്കെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്
ഉത്സവ സമയത്ത് തൃക്കൊടിയേറ്റ് നടക്കുന്നതോടുകൂടി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള ചൈതന്യം ഈ നാട്ടിലാകെ വ്യാപിക്കുന്നു. കൊടിയേറ്റിന് ശേഷം വരുന്ന ആളുകളിൽ നടത്തുന്ന മന്ത്രജപങ്ങളും കലശാഭിഷേകവും ക്ഷേത്ര ചൈതന്യത്തെ ഓരോ ദിനവും വർദ്ധിപ്പിക്കുന്നു. ആ ചൈതന്യം ഈ ദേശത്തും നാട്ടിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും എത്തിച്ചേരും എന്നുള്ള ശാസ്ത്രീയ വശമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എത്തിച്ചേർന്ന് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആൽബത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. രാജാക്കാട് SNDP യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ജിജു ജോൺ, സനോജ് നോബിൾ, മനു ചമ്പാട്ട്, ജിൻസൺ പോൾ, വിഷ്ണു രാജു, പ്രീത് നാട്യാഞ്ജലി, സിനീഷ് മോഹനൻ എന്നിവരാണ് ആൽബത്തിന്റെ പിന്നിലെ മറ്റു അണിയറ പ്രവർത്തകർ. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ബിലീവേഴ്സ് ചർച്ച് ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിൽ ഗ്രാൻഡ് പേരന്റ്സ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്നേഹസംഗമം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്ത പഴയകാല ഓർമ്മകളും വിവിധ ചിന്തകളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും കോർത്തിണക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ KJ തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടി സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ അവരുടെ അറിവും ആ ലോകപരിചയവും അല്ലെങ്കിൽ ലോകത്തിന്റെ വളർച്ചയും അനുസരിച്ചൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്കന്നുണ്ടായിരുന്നത്. കാരണം ഭൂരിഭാഗം പേരുമൊക്കെ കൃഷിക്കാരും അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബ പശ്ചാത്തലങ്ങളാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. കുട്ടികളെ പഴയകാല ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കമ്പമെട്ട് മഡോണ LP സ്കൂളിന്റെയും സെന്റ് ജോസഫ് നഴ്സറി സ്കൂളിന്റെയും 49ാമത് വാർഷികാഘോഷവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിനും തുടക്കമായി. സ്കൂളിന് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വലിയ പ്രോത്സാഹന വാക്കുകൾ ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ നമുക്കൊക്കെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ആശ്വാസമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് മാനേജ്മെന്റും ഇവിടുത്തെ അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ നൽകിയിട്ടുള്ള വലിയ പിന്തുണയ്ക്ക് കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മഡോണ LP സ്കൂളിന്റെ ഈ വാർഷിക ദിനാഘോഷ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കാഞ്ഞിരപ്പള്ളി SH വിമല പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ലിൻസി ജോർജ് അധ്യക്ഷയായിരുന്നു. നെടുങ്കണ്ടം AEO K സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മഡോണ സ്കൂൾ HM പ്രസി ജോസഫ്, കമ്പമെട്ട് സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് തിരുവംകുന്നേൽ, കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ, കുഴിത്തുള്ളു സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ തോമസ് കപ്പ്യാങ്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് മറ്റപ്പള്ളി, ആൻസി തോമസ്, വിൻസി വാവച്ചൻ, മിനി പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കിയിലെ മികച്ച വില്ലേജ് ഓഫീസർമാരിൽ ഒരാളായതിന്റെ സന്തോഷത്തിലാണ് കട്ടപ്പന വില്ലേജ് ഓഫീസർ അമ്പിളി മോഹനൻ. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച റവന്യൂ അവാർഡിലാണ് മികച്ച വില്ലേജ് ഓഫീസറായി അമ്പിളിയെ തിരഞ്ഞെടുത്തത്. കട്ടപ്പന വില്ലേജ് ഓഫീസിന് ഈ അവാർഡ് 3ാം തവണയാണ് ലഭിക്കുന്നത്. 2022 പ്രഖ്യാപിച്ച റവന്യൂ അവാർഡിൽ ഇടുക്കി ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി കട്ടപ്പന വില്ലേജ് ഓഫീസർ ജെയ്സൺ J ഒഴുകയിലിനും 2024 M ജോർജ് കുട്ടിയും ഈ വർഷം അമ്പിളി മോഹനനുമാണ് അഭിമാന നേട്ടത്തിന് അർഹരായത്. കട്ടപ്പന വില്ലേജ് ഓഫീസിനും ഇത് അഭിമാന നേട്ടമാണ്. ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ ക്ലർക്കായാണ് അമ്പിളിയുടെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമായത്. വയനാട് വൈത്തിരി താലൂക്ക് ഓഫീസിൽ കൂട്ടസ്ഥലമാറ്റത്തിന്റെ ഭാഗമായി ഏതാനും മാസം ജോലി ചെയ്തതിനു ശേഷം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓഫീസുകളായ ഉടുമ്പൻചോല റവന്യൂ റിക്കവറി ഓഫീസ്, ഉടുമ്പൻചോല താലൂക്ക് ഓഫീസ്, ഉടുമ്പൻചോല LA ഓഫീസ് എന്നിവിടങ്ങളിൽ തിരിച്ചെത്തി ക്ലർക്കായും സീനിയർ ക്ലർക്കായും ജോലി ചെയ്തു. തുടർന്ന് 2017 ഉടുമ്പൻചോല താലൂക്കിലെ പാറത്തോട് വില്ലേജിൽ ആദ്യമായി വില്ലേജ് ഓഫീസറായി സ്ഥാനക്കയറ്റം കിട്ടി.
തുടർന്ന് ഉടുമ്പൻചോല റവന്യൂ റിക്കവറി ഓഫീസിൽ ജോലി ചെയ്തതിനു ശേഷം ജന്മനാടായ ഇരട്ടിയാർ വില്ലേജ് ഓഫീസറായി ജോലി ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം ഇടുക്കി താലൂക്കിലെ കട്ടപ്പന ഭൂമിപതിവ് ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടറായി ജോലി ചെയ്തു. 8 മാസങ്ങൾക്ക് മുമ്പാണ് കട്ടപ്പന വില്ലേജ് ഓഫീസറായി അമ്പിളി എത്തുന്നത്. മുണ്ടീരുമയിലാണ് വീട്. കട്ടപ്പന വില്ലേജ് ഓഫീസിലെ തന്റെ സഹപ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനമാണ് മികച്ച വില്ലേജ് ഓഫീസർ അവാർഡിന് തന്നെ അർഹയാക്കിയതെന്ന് അമ്പിളി പി മോഹനൻ പറഞ്ഞു. വളരെ സന്തോഷമായിട്ട് കാണുന്നു. കാരണം വില്ലേജ് ഓഫീസർ തസ്തികയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത പ്രൊമോഷൻ്റെ പടിക്കൽ എത്തി നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് ഇങ്ങനെ കട്ടപ്പന വില്ലേജ് ഓഫീസറായിട്ട് നിയമനം കിട്ടുകയും അവിടെ നിന്ന് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഈ നേട്ടം കൈവരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ഞങ്ങളുടെ ജില്ലാ ഭരണകൂടം തൊട്ട് താഴെയുള്ള, കാരണം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും തഹസിൽദാറുടെ ഭാഗത്തു നിന്നും അതുപോലെ എൻ്റെ ഓഫീസിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വളരെ കോപ്പറേഷനായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ റിസൾട്ടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞങ്ങൾ കട്ടപ്പന എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പിൽ ജോലി ചെയ്യുക എന്ന് പറയുമ്പം ഒത്തിരി വർക്കുകളുണ്ട്. ഒരു 10 to 5 ഓഫീസ് ടൈമിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലിയല്ല ഈ ഓഫീസിലുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് തന്നെ സ്പെഷ്യൽ പെർമിഷൻ തരുന്നിട്ടുണ്ട്. രാവിലെ 8:30 തൊട്ട് രാവിലെ 10 മണി വരെ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യാനും, അതുപോലെ വൈകുന്നേരം 5:15 തൊട്ട് 8 മണി വരെ വർക്ക് ചെയ്യാനും പ്രത്യേക അനുമതി നൽകി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എല്ലാവരും, നമ്മുടെ കൂടുതലും ലേഡി സ്റ്റാഫുകളാണ്, എല്ലാവരും ഒരേപോലെ നിന്ന് ഈവൻ സന്ധ്യ ആകുന്നതും വരെ ഇരുട്ടുന്നിടം വരെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അന്നത്തെ ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിറ്റത്തേക്ക് പെൻഡിങ് ഒന്നും ഇല്ലാതെ ചെയ്ത് അത്യാവശ്യം ജനങ്ങൾക്കുള്ള സേവനങ്ങൾ കാലതാമസം കൂടാതെയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും എല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഇതുവരെയും വിചാരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ആരുമായിട്ടും ഒരു മുഷിച്ചിലൊന്നും ഉണ്ടാവാതെ ഇതുവരെയും ജോലി ചെയ്യാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കട്ടപ്പന വില്ലേജ് ഓഫീസറെ കൂടാതെ പീരുമേട് താലൂക്കിൽപ്പെട്ട കുമളി വില്ലേജ് ഓഫീസർ സജിലാൽ, തൊടുപുഴ വില്ലേജ് ഓഫീസർ സുധർമ്മ കുമാരി ബി എന്നിവരെയും ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർമാരായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 46, വിൽപ്പനയ്ക്ക് വന്നത് 9781, വിൽപ്പന നടന്നത് 5418, കൂടിയ വില 3045, ശരാശരി വില 2836. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2800, ഏലം ശരാശരി വില 2600. കാപ്പിപ്പരിപ്പ് 475, ഗ്രാമ്പൂ 900, കൊക്കോ 180, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 870 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അനധികൃത പാറ പൊട്ടിക്കലും മണ്ണുകടത്തിലും നടത്തിയെന്ന പരാതിയിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനെതിരെ അന്വേഷണം. സംഭവത്തിൽ വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണം നടത്താൻ ഇടുക്കി ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് എല്ലാ വില്ലേജ് ഓഫീസുകളിലും കളക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് അയച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ PB ബിനോയിയെ. ആകെ 55 ചെക്കുകളിൽ കൃത്രിമം കാട്ടി 8,14,000 രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തൽ. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട് ED സീൽ ചെയ്തു. കുമളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ് ഷീബ സുരേഷ്. അതേസമയം പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഷീബ സുരേഷിനെ ഇതുവരെ കേസിൽ പ്രതിയാക്കിയിട്ടില്ലെന്ന്.
ഇടുക്കിയിൽ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നു. പുതുവർഷം തീർന്ന 1.5 മാസത്തിനുള്ളിൽ ഇതുവരെ 3 പേർ മുങ്ങി മരിച്ചു. പല അപകടങ്ങൾക്കും കാരണം വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കാത്തത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.